സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഏകജാതനായ ഈശോയെ ഞങ്ങൾക്ക് രക്ഷകനും കർത്താവും ദൈവവുമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുന്ന ഈ സമയം ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ തുറന്ന് വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും ഞങ്ങളെ ആഴപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ച് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ, ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ, കൃപയിൽ ഞങ്ങളെ വളർത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം എലിസബത്ത് ദൈവത്തിന് നൽകുന്ന ഒരു നന്ദി പ്രകാശനമാണ്. ആ ദൈവവചനം ഇങ്ങനെയാണ്: മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. ഒരിക്കൽ കൂടെ ആ വചനം നമുക്ക് കേൾക്കാം. ലൂക്കാ 1:25. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എലിസബത്ത് അനുഭവിച്ചിരുന്ന അപമാനം ഇസ്രായേൽക്കാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സ്ത്രീകളിൽ, പ്രത്യേകിച്ച് മക്കളില്ലാത്ത മന്ധ്യകളായിരുന്ന സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അപമാനത്തിൻ്റെ മുഴുവൻ ചരിത്രമാണ്. ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് മക്കൾ ഇല്ലാതിരിക്കുന്ന ദമ്പതിമാർ, ആ ദമ്പതിമാർ സമൂഹത്താൽ പലപ്പോഴും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട്, വെറുക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ തലങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹമാണ്. കാരണം മക്കളില്ലാതിരിക്കുന്ന അവസ്ഥയെ ഒരു വലിയ അപമാനമായി, ഒരു വലിയ ശിക്ഷയായി, ശാപമായി, വലിയൊരു കുറവായിട്ടാണ് അന്നത്തെ കാലയളവിൽ യഹൂദ സമൂഹം മുഴുവനും കണക്കാക്കിയിരുന്നത്. ഈ ദമ്പതിമാർ ചെയ്ത ഏതോ വലിയൊരു പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് മക്കളില്ലാതിരിക്കുന്നത് എന്നുള്ള ഒരു ശാപം പിടിച്ച ചിന്ത, തിന്മ നിറഞ്ഞ ചിന്ത, ആ ചിന്തയാണ് സമൂഹത്തെ നയിച്ചിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദമ്പതിമാരെ സമൂഹത്തിൻ്റെ പൊതുവേദികളിൽ നിന്ന്, സാമൂഹ്യ സമ്പർക്കത്തിൽ നിന്ന് ഒഴിവാക്കി അവരെ എപ്പോഴും സമൂഹത്തിൻ്റെ മുക്കിലേക്കും മൂലയിലേക്കും തള്ളി മാറ്റി നിർത്തിയിരുന്നു. ഇങ്ങനെയുള്ള ദമ്പതിമാർക്ക് പലപ്പോഴും പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാനോ, പ്രത്യേകിച്ച് അങ്ങനെയുള്ള സ്ത്രീകൾക്ക്
പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാനോ മറ്റുള്ളവരോട് ഇടപഴകാനോ ഒന്നും സാധിക്കാത്ത വണ്ണം മാറ്റി നിർത്തപ്പെട്ടിരുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അനേകം വന്ധ്യകളായിട്ടുള്ള സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് എലിസബത്ത് എന്ന സ്ത്രീ ഇവിടെ നിൽക്കുകയാണ്. ഇവൾക്ക് അനേകം നാളുകളുടെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഫലമായിട്ട് യോഹന്നാൻ എന്നുള്ള മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൾ നടത്തുന്ന ഒരു സാക്ഷ്യ അനുഭവമാണ്, സാക്ഷ്യം പറച്ചിലാണ് ഈ തിരുവചന ഭാഗം. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 25-ാമത്തെ വാചകം: മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. എനിക്ക് കഴിവില്ല, പക്ഷേ ദൈവം എനിക്ക് വേണ്ടി ഒരു മകനെ നൽകിയിരിക്കുന്നു എന്ന് എലിസബത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ഇതേ കാരണത്താൽ നിന്ദിക്കപ്പെട്ട അനേകം സ്ത്രീകളുടെ ചരിത്രം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിൻ്റെ ഭാര്യയായ സാറായെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ 4-5 വചനങ്ങളിൽ സാറായെ പറ്റി നമ്മൾ വായിക്കുകയാണ്. 16-ാമത്തെ അധ്യായം: അബ്രാഹമിന് ഭാര്യ സാറായിൽ കുട്ടികൾ ഉണ്ടായില്ല. അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രാഹമിനോട് പറഞ്ഞു, മക്കളുണ്ടാകുവാൻ ദൈവം എനിക്ക് വരം നൽകിയിട്ടില്ല. നിങ്ങൾ എൻ്റെ ദാസിയെ പ്രാപിക്കുക, ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം. അബ്രാഹം സാറായിയുടെ വാക്കനുസരിച്ചു. കാനാൻ ദേശത്ത് 10 വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ സാറായി ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിനെ തൻ്റെ ഭർത്താവിന് ഭാര്യയായി നൽകി. അബ്രാഹം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യജമാനത്തിയെ ഹാഗാർ നിന്നയോടെ വീക്ഷിച്ചു. ഇതാണ് വചനം. നോക്കിക്കേ, ഹാഗാർ തനിക്കൊരു കുഞ്ഞുണ്ടായി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ വന്ധ്യയായിരുന്ന സാറായെ അവൾ വീക്ഷിക്കുന്നത് നിന്നയോടുകൂടെയാണ്. യജമാനത്തിയെ ദാസി നിന്ദിക്കാൻ വേണ്ടി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അന്നത്തെ സമൂഹത്തിൽ മക്കളില്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നിന്ദനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഹേതുവായി കാരണമായിട്ട് സമൂഹം മുഴുവനും കണക്കാക്കിയിരുന്നു. കാരണം ദൈവം അനുഗ്രഹിക്കാത്തവർ എന്നുള്ള ഗണത്തിലാണ് യഹൂദന്മാർ വന്ധ്യകളെ മനസ്സിലാക്കിയിരുന്നത്, പെടുത്തിയിരുന്നത്. എന്നാൽ സാറായിയുടെ ഈ വലിയ നിന്ദനവും സങ്കടവും ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. അബ്രാഹത്തിനും അത് സങ്കടത്തിന് കാരണമായി മാറി. അങ്ങനെ ദിവസങ്ങളോളം ദുഃഖത്തിലും വിഷമത്തിലും കഴിഞ്ഞിരുന്ന സാറായിക്ക് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും വാർത്ത നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ അബ്രാഹത്തിനോട് പറയുകയാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും നിനക്ക് ഞാൻ സന്താനങ്ങളെ നൽകും എന്ന് ദൈവമായ കർത്താവ് അബ്രാഹത്തോട് പറഞ്ഞു. ഈ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയിൽ സാറായിക്ക് ഒരു കുഞ്ഞിനെ ദൈവം സമ്മാനമായി നൽകി. അതാണ് ഇസഹാക്ക് എന്ന് പറയുന്ന മകൻ. അങ്ങനെ സമൂഹത്തിനുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ ദൈവം സാറായെ കടാക്ഷിച്ച് അവൾക്ക് ഇസഹാക്ക് എന്ന് പറയുന്ന മകനെ നൽകി. പിന്നീട് ഇസഹാക്കിൽ നിന്ന് മക്കൾ ജനിക്കുകയും യാക്കോബിലൂടെ അനേകം വലിയ സന്തതി പരമ്പരകൾ ഇസ്രായേലിന് സ്വന്തമാവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, സാറായിയുടെ ദുഃഖം ദൈവം മനസ്സിലാക്കി ആ നിന്ദനം എടുത്തുമാറ്റി അവൾക്ക് വാഗ്ദാന പ്രകാരം ഇസഹാക്കിനെ നൽകി അവളുടെ ദുഃഖം നീക്കിക്കളയുകയാണ്. വീണ്ടും നമ്മൾ സാമുവൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ ഹന്ന എന്ന് പറയുന്ന
ഒരു വീട്ടമ്മയെ പറ്റി വായിക്കും. ഈ ഹന്ന എന്ന് പറയുന്ന ഈ വീട്ടമ്മയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. എന്നാൽ അതേ കുടുംബത്തിൽ പെനീന എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി, ഹന്നയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. ഈ പെനീന എന്ന് പറയുന്ന സ്ത്രീ ഇത് പറഞ്ഞ് ഹന്നയെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും പലതരത്തിലുള്ള വേദനകൾക്കും ദുഃഖത്തിനും അത് കാരണമായി തീരുകയും ചെയ്തു. സാമുവൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ അത് വായിക്കും. 1 സാമുവൽ അധ്യായം 1 തിരുവചനത്തിലാണ് നമ്മളത് വായിക്കുന്നത്. വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. നോക്കിക്കേ, അന്നത്തെ കാലയളവിൽ മക്കളില്ലാത്ത വന്ധ്യകളായിട്ടുള്ള അമ്മമാരെ, ദമ്പതിമാരെ സമൂഹം എങ്ങനെ കണ്ടിരുന്നു എന്ന്, സമൂഹം എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചിരുന്നത് എന്ന് ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവളെ മാനസികമായിട്ട് വേദനിപ്പിച്ചിരുന്നു, പ്രകോപിപ്പിച്ചിരുന്നു. അത് നിമിത്തം ഹന്ന കരയുകയും ഭക്ഷണം പോലും കഴിക്കാതിരിക്കുകയും ചെയ്തു എന്നാണ് വചനം പറയുന്നത്. അങ്ങനെ വലിയൊരു മാനസിക പീഡയിലൂടെ അവൾ കടന്നുപോയി ഹന്ന. അങ്ങനെ ഒത്തിരിയേറെ പ്രാർത്ഥനയുടെയും അവളുടെ കാത്തിരിപ്പിൻ്റെയും ഫലമായിട്ട് ദൈവം അവളുടെ സങ്കടം നീക്കിക്കളയാൻ, അപമാനം നീക്കിക്കളയാൻ വേണ്ടി ഒരു പുത്രനെ അവൾക്ക് നൽകുകയാണ്. അങ്ങനെ പ്രാർത്ഥനയുടെ മകൻ എന്ന രീതിയിൽ ദൈവം അവൾക്ക് നൽകുന്ന പുത്രനാണ് സാമുവൽ എന്ന പ്രവാചകൻ, സാമുവൽ എന്ന വ്യക്തി. 1 സാമുവൽ അധ്യായം 1 തിരുവചനത്തിലാണ് നമ്മൾ അതിനെപ്പറ്റി വായിക്കുന്നത്. ആ വചനം ഇങ്ങനെയാണ്: ശിശുവിനെ ഏലിയുടെ അടുക്കൽ അവർ കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഗുരോ, ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. അജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. നോക്കിക്കേ, ഈ സങ്കടത്തിൽ നിന്ന്, മക്കളില്ലാതിരുന്ന ഒരമ്മയുടെ സങ്കടത്തിൽ നിന്നൊരു പ്രാർത്ഥനയുണ്ടായി. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം ആ സ്ത്രീയുടെ ദുഃഖവും അപമാനവും നീക്കിക്കളയാൻ വേണ്ടി ഒരു കുഞ്ഞിനെ നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിൽ ഒത്തിരിയേറെ ദമ്പതിമാർ മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ്. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള അനേകരുടെ പ്രാർത്ഥനകൾ ഞാൻ തന്നെ ഏകദേശം ഒരു 16-17 വർഷങ്ങളായിട്ട് നമ്മുടെ പലതരത്തിലുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ, പല ധ്യാന ശുശ്രൂഷകളിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക പീഡകളിൽ ഒന്നാണ് പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതിരിക്കുന്ന ദമ്പതിമാരുടെ വേദനയും ദുഃഖവും എന്ന് പറയുന്നത്. പലരും അവരോട് ഈ ചോദ്യം ചോദിക്കും. മക്കളായില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയം നുറുങ്ങുകയും വിഷമിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ 1-2 വർഷങ്ങൾക്ക് ശേഷം മക്കൾ ആകാതിരിക്കുമ്പോൾ തന്നെ കാണുന്നവരും കേൾക്കുന്നവരുമെല്ലാം ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. മക്കളായില്ലേ, ഇനിയും മക്കളായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഹൃദയം അങ്ങ് നുറുങ്ങുകയാണ്, വേദനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം സമൂഹം വില കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് വിവാഹം കഴിഞ്ഞ് മക്കൾ ഉണ്ടാവുക എന്നുള്ള കാര്യം. അങ്ങനെ മക്കളില്ലാതെ വേദനിക്കുന്ന അനേകം ദമ്പതിമാരോട് കർത്താവ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്ന ഒരു വലിയ സത്യം ഇതാണ്: നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ അപമാനവും നിന്ദനവും വേദനയും ദൈവം ഒരത്ഭുതമാക്കി മാറ്റും എന്നുള്ളതാണ്. എൻ്റെ മാതാപിതാക്കൾ അവർക്ക് ആദ്യം 2 പെൺകുട്ടികൾ
മക്കളായിട്ട് ജനിച്ചു. അതിനുശേഷം അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ആൺകുഞ്ഞ് അവർക്ക് വേണം എന്നുള്ളത്. പക്ഷേ എൻ്റെ അമ്മ 2 പ്രാവശ്യം പിന്നീട് ഗർഭവതിയായെങ്കിലും ആ കുഞ്ഞുങ്ങളെ അവർക്ക് ലഭിച്ചില്ല, അത് നഷ്ടപ്പെട്ടു. അങ്ങനെ മാനസികമായിട്ട് അവർ വല്ലാതെ വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് ഒരു ആൺകുട്ടിയെ വേണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അവർ ഒത്തിരിയേറെ നാളുകൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ഏകദേശം അവർ 8 മുതൽ 12 വർഷങ്ങൾ വരെയും ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ ചികിത്സകൾ നടത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ദൈവം ഒരാൺകുട്ടിയെ തരുമെന്നുള്ള അവരുടെ വലിയൊരു വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് പ്രിയപ്പെട്ടവരെ 2 കുട്ടികളെ നഷ്ടപ്പെട്ടതിന് ശേഷം 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ തന്നെ അവർക്ക് മകനായിട്ട് ജനിക്കുന്നത്. ഞാൻ എവിടെയൊക്കെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ അവിടെ ഈ ഒരു സംഭവത്തെപ്പറ്റി ഞാൻ മറ്റുള്ളവരോട് പറയാറുണ്ട്. പ്രത്യേകിച്ച് മക്കളില്ലാതെ വേദനിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന അനേകം ദമ്പതിമാർ പിന്നീട് വലിയൊരു പ്രത്യാശയിലേക്കും പ്രാർത്ഥനയിലേക്കും കടന്നു വരുന്നതും പിന്നീട് അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ കാത്തിരിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ട് പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പിന് ശേഷം അവർക്ക് കുഞ്ഞുങ്ങളെ അത്ഭുതകരമായിട്ട് ദൈവം നൽകുന്നതും ഞാൻ കാണാൻ ഇടവന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരോടും ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സദ്വാർത്ത ഇതാണ്: നിങ്ങൾ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകും. വിശ്വാസത്തോടെ നമ്മൾ കാത്തിരിക്കണം. അതിനുവേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വേണ്ടുന്നതെല്ലാം ചെയ്ത് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീ അവർ കുഞ്ഞുങ്ങളില്ലാതെ അപമാനിക്കപ്പെട്ട് വേദനിക്കപ്പെട്ട് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞിരുന്ന നാളുകളിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള പ്രത്യാശയോടെ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള ദമ്പതിമാരും അവരുടെ കുടുംബങ്ങളും ചെയ്യണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്താണ് എലിസബത്തും കുടുംബവും ചെയ്തിരുന്നത് എന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ സക്കറിയായും എലിസബത്തും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി എങ്ങനെ ഒരുങ്ങിയിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ തിരുവചന ഭാഗം നമുക്കിങ്ങനെ വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിലാണ് നമ്മൾ അത് വായിക്കുന്നത്. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അഹറോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തായിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെടുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധിപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവനും വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവന് ജന്നത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്തും സക്കറിയായും എലിസബത്തും അവർ ദൈവസന്നിധിയിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണല്ലോ: ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു സക്കറിയായും എലിസബത്തും.
നീതിയുള്ള ജീവിതം. നീതി എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്ന നീതി എന്താണ്? നമ്മളുടെ സാമൂഹിക നീതി എന്ന് പറയുന്നത് എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് തരിക എന്നുള്ളതും നിനക്ക് അവകാശപ്പെട്ടത് നിനക്ക് തരിക എന്നുള്ളതുമാണ്. അതാണ് സമൂഹത്തിൻ്റെ സാധാരണ നീതി എന്ന് പറയുന്നത്. എന്നാൽ ബൈബിൾ പറയുന്ന നീതി എന്ന് പറയുന്നത് കരുണ ചേർത്തുള്ള നീതിയാണ്. അതായത് എനിക്ക് പലതും നഷ്ടം വന്നാലും എൻ്റെ സഹോദരങ്ങൾക്കോ എൻ്റെ പ്രിയപ്പെട്ടവർക്കോ എൻ്റെ ചുറ്റുപാടുമുള്ളവർക്കോ ഒരു കുറവും വരരുത് എന്ന് കരുതി എനിക്കുള്ളതുപോലും മറ്റുള്ളവർക്ക് നൽകുന്ന കരുണയാണ് ബൈബിൾ നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നീതിനിഷ്ഠരായിട്ടുള്ള മനുഷ്യരായിരുന്നു. നീതി ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റി മറ്റുള്ളവരോട് കരുണ കാണിച്ച് മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിച്ച് പരമാവധി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ദമ്പതികളായിരുന്നു എലിസബത്തും സക്കറിയായും. രണ്ടാമത്തെ കാര്യം, അവർ കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്നവരായിരുന്നു. കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്നവരായിരുന്നു. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ പരമാവധി ശ്രമിച്ചവരായിരുന്നു സക്കറിയായും എലിസബത്തും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് ദൈവപ്രമാണങ്ങളാൽ നയിക്കപ്പെട്ടതായിരുന്നു. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുകയും അതൊരു ജീവിത ശൈലിയാക്കി മാറ്റുകയും ചെയ്തവരായിരുന്നു സക്കറിയായും എലിസബത്തും. മൂന്നാമത്തെ കാര്യം, അവർ കൃത്യമായിട്ട് ദൈവാരാധന നടത്തിയിരുന്നവരായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ പ്രാർത്ഥന അങ്ങ് അവസാനിപ്പിക്കും. നമ്മൾ ദൈവാരാധന നിർത്തുന്നവരാകും. ദൈവത്തോടുള്ള ബന്ധം നമ്മൾ പെട്ടെന്ന് മുറിക്കും. എന്നാൽ നോക്കിക്കേ, മക്കളില്ലാതിരുന്ന ഈ സക്കറിയായും എലിസബത്തും സമൂഹം മുഴുവനും അപമാനിച്ച് മാറ്റി നിർത്തപ്പെട്ടവർ, അവർ ദൈവസന്നിധിയിൽ ആരാധിക്കാനായി കിട്ടിയിരുന്ന സമയങ്ങളിൽ കൃത്യമായിട്ട് ആരാധനയിൽ പങ്കെടുക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ജീവിച്ചിരുന്ന ദമ്പതികളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കേട്ടത്. ദൈവം അവരുടെ അപമാനം നീക്കിക്കളയാൻ വേണ്ടി യോഹന്നാൻ എന്ന് പറയുന്ന മകനെ അവർക്ക് വാഗ്ദാനമായിട്ട് മകനായിട്ട് നൽകി. അതുവഴിയായിട്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും തിരിച്ചു വരികയാണ്. ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളില്ലാത്ത ദമ്പതിമാരോട്, മക്കളില്ലാത്ത ദമ്പതികളുടെ കുടുംബങ്ങളോട് കർത്താവ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു കുഞ്ഞിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കാത്തിരിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അനേകം ദമ്പതികളെ ദൈവം അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെയും അനുഗ്രഹിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ പ്രത്യാശയുടെ വചന സന്ദേശം അനേകർക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത അനേകം ദമ്പതിമാരെ നമുക്ക് പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ച് സഹായിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള ദമ്പതിമാരുടെ സങ്കടം നീങ്ങിപ്പോകാനായി പ്രത്യാശയിലേക്ക് നമുക്കവരെ വഴി നടത്താം. അതിനുള്ള വലിയ ഒരു ഉൾക്കാഴ്ചയും പ്രചോദനവും ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും,
അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും.